സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഊട്ടി കോടനാട് റൂട്ടിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ നേരെ കോത്തഗിരി കോടനാട് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് കോത്തഗിരി ഊട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോത്തഗിരി കോടനാട് ദൂരം എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ആണ്. ഊട്ടിയിൽ നിന്നാണെങ്കിൽ 42 കിലോമീറ്റർ ആണ് ഈ കോടനാട് വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പോണ റൂട്ടിൽ തന്നെയാണ്. നല്ല ഭംഗിയെ കാണാന്. മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നല്ല ആകാശം നല്ല നീല കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഈ കോടനാട് എസ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഈ റൂട്ട് എന്തായാലും എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം ഇങ്ങനത്തെ റൂട്ട് ഈ ഊട്ടിയിൽ കുറവാണ് ഉള്ളത്. അത്രയും ഭംഗിയുള്ള റൂട്ടാണിത്. ഈ കോടനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ പഴയ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതന്റെ സ്ഥലമാണ്. അത് ആ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഏരിയക്ക് പ്രത്യേകത ഉണ്ട്. കാരണം നല്ല ഭംഗിയാണ് ശരിക്കും. കാരണം അവര് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കോടനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഏക്കർ കണക്കിന് തോട്ടമാണുള്ളത്. എന്തായാലും നല്ല അടിപൊളി തോട്ടവും നല്ല റോഡും നല്ല സൈറ്റുമാണ് കാണാന്. സൈഡ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതില് വെറുതെ ഒന്ന് കറങ്ങി പോയാൽ തന്നെ നമുക്ക് മുതലാവും. എന്തായാലും ഇത് എക്സ്പ്ലോർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൻ നഷ്ടമാണ്. ഊട്ടിയിലേക്ക് ടൗണിൽ വന്ന് വട്ടം കറങ്ങിട്ട ഒരു കാര്യമല്ല. നേരെ അവിടുന്ന് വെച്ച് പിടിക്കേണ്ടത് ഇങ്ങനത്തെ റൂട്ടിലാണ്. ഇതൊരു രക്ഷയില്ലാത്ത റൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ തിരക്കുമില്ല ഈ റൂട്ടില്. ഒരു സമാധാനത്തിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. പറഞ്ഞറിയിക്കുന്നതിലേറെ നല്ലത് കണ്ടറിയണം. എന്നാൽ തന്നെ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാന്നുള്ളത്. നമുക്ക് ഫുള്ള് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാം പിന്നെ വന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു രക്ഷയില്ല. അത്രയും ഭംഗിയാണ്. ഇതാണ് കോടനാട് ഏരിയ. ഈ കോത്തഗിരിയിൽ നിന്ന് കോടനാടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പും പൂന്തോട്ടവും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ജയലളിതന്റെ തോട്ടത്തിന് ഗേറ്റ് 1, 2, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും കയറാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് കാണാൻ മാത്രം. എന്തായാലും നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂട്ടാണിത്. ഇതെന്തായാലും ഒന്ന് എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്റെ ഇഷ്ടം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം പ്രകൃതിയോട് ഇഷ്ടപ്പെടാത്ത ഒരാളും നമ്മുടെ നാട്ടിലില്ല. അത്രയും ഭംഗിയുള്ള ഒരു ഏരിയ കൂടെ നമ്മൾ കാശ്മീർ അവിടെ ഇവിടെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. കണ്ണിന് അത്രക്കും കുളിർമ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ നമ്മുടെ മലയാളീസ് ഈ റൂട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ വണ്ടികൾ കുറവാണ് റൂട്ട്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഈ റൂട്ടിൽ എന്താ വെച്ചാല് വലിയ ടൗണുകളൊന്നുമില്ല. ഫുള്ള് ഗ്രാമങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നല്ല നാടൻ ഫുഡ് കിട്ടും. പക്ഷെ വലിയ ഹൈഫൈ ആയിട്ടുള്ള ഫുഡുകളൊന്നും ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ താമസ സൗകര്യം അവിടെ വല്ലാതെ ഒന്നുമില്ല. ചെറിയ ഹോം സ്റ്റേകൾ മാത്രമാണ്. പിന്നെ ഉണ്ട് ഓരോ എസ്റ്റേറ്റ് ഉള്ളിൽ ഓരോ സാധനങ്ങളുണ്ട്. അത് ഭയങ്കര റേറ്റുമാണ് സാധനം വരുന്നത്. അതുകൊണ്ട് നേരത്തെ ഇവിടെ നോക്കി ബുക്ക് ചെയ്തെങ്ങാണ്ടൊക്കെ വന്നാൽ മാത്രമേ ചിലപ്പോൾ താമസിക്കാനുള്ള സൗകര്യം കിട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഞങ്ങൾ പരിചയമല്ല ഒരു ആള് വീട്ടിലായതുകൊണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫുഡിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കിട്ടാന്. പിന്നെ ഇന്നലെ ഞങ്ങൾ രാത്രി ബ്രെഡും അതുപോലെ നൂഡിൽസും കഴിച്ചങ്ങനെ കിടന്നുറങ്ങി. രാവിലെ നല്ല ഇഡ്ഡലിയും ദോശയുള്ള ഒരു കട ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അതും കഴിച്ച് ഒരു 10:30 അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. എന്നിട്ട് പോലും ഈ ഭാഗത്ത് വല്ലാതെ വണ്ടികൾ വന്നു കണ്ടങ്ങോട്ട് പിന്നെ ഇറക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത ഈ റൂട്ടിന്റെ.
നല്ല വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരുപാട് മാസങ്ങളായി നല്ലൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട്. അപ്പൊ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോ നല്ലൊരു ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഇത് എടുക്കാനും നമുക്ക് സൗകര്യമുള്ളത്. കാരണം വെച്ചാൽ റണ്ണിങ്ങില് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും. പക്ഷെ ഇതിൽ വലിയ തിരക്കില്ലാത്ത കാരണമാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് തന്നെ. അതുപോലെ തന്നെ നല്ലൊരു ഏരിയയാണ് ശരിക്കും ഈ ഡോൾഫിൻ ഹൗസിലേക്ക് പോകുന്ന ഏരിയ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് ശരിക്കും. നല്ല ചെറിയ റോഡായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോവാന്. വണ്ടിക്കാണെങ്കിൽ ഹോണും ഇല്ല. എന്താ ചെയ്യാ, അതൊക്കെ തന്നെ പോവന്നെ.